എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഉറപ്പ്. മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കും അന്യ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കും പൂർണ്ണമായും സൗജന്യമായി ബസ് യാത്ര ആരംഭിക്കുന്നതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള വൻ പ്രതീക്ഷകളോടെ നടക്കാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ 5 ഗ്യാരണ്ടികളിലെ മുഖ്യ ഗ്യാരണ്ടി ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ആദ്യഘട്ടം തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഓർഡിനറി ബസ്സുകളിലും പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി ഇനി യാത്ര ചെയ്യാം. കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ ഇവിടെ എന്തെങ്കിലും ജോലി ആവശ്യമോ മറ്റോ ഇവിടെ ഉണ്ട് എങ്കിൽ അവർക്കും സൗജന്യമായിട്ട് ഇനി യാത്ര ചെയ്യാവുന്നതാണ്. പ്രിയദർശിനി എന്ന് പേരിട്ടുള്ള പദ്ധതിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 8:30 തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്രദേശങ്ങളിലും അതാത് ജനപ്രതിനിധികളും ലോക്കൽ ബോഡി ജനപ്രതിനിധികളും ചേർന്ന് പദ്ധതിയുടെ വിപുലമായിട്ടുള്ള കേരളമൊട്ടാകെയുള്ള വിപുലമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങളിൽ ഭൂരിഭാഗം വാഹനങ്ങളിലും ഡ്രൈവറും കണ്ടക്ടറും വനിതകൾ തന്നെയായിരിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 3125 ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് പദ്ധതി നടപ്പിലാകുന്നത്. മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം. 100 ദിവസത്തിന് ശേഷം മറ്റ് KSRTC ബസ്സുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. പദ്ധതിയിലേക്ക് കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തും. നിലവിൽ ഈ പദ്ധതി പ്രകാരം KSRTCക്ക് കൂടുതൽ തുക സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇതൊരു നഷ്ടമോ ലാഭമോ നോക്കിയല്ല പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നും ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ വരുമാനത്തിൽ 20% വർധനവ് ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളാണ്. വലിയ പ്രഖ്യാപനങ്ങൾ 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനിതകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും തുടങ്ങുന്നതോടൊപ്പം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക്, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ അത് എല്ലാ മാസവും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത ഈടുരഹിത വായ്പ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നമുക്കറിയാം ഇപ്പോൾ 2 മാസത്തേത് കുടിശ്ശികയാണ്. ഈ സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കൊണ്ടുവരികയും ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് നിർത്തലാക്കുകയും ചെയ്ത പദ്ധതിയാണിത്. തുടങ്ങാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. സൈറ്റ് ആക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം. അപ്പോൾ ഇതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സഹായ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകൾ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.